നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ നൂറ്റാണ്ടിൻ്റെ കാൽഭാഗം കടന്നുപോയല്ലോ. 2025 നമ്മളുള്ളത്. അപ്പോൾ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച 25 സോക്കർ ടീമുകൾ, ഫുട്ബോൾ ടീമുകൾ ഏതൊക്കെയാണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. 25 മുതൽ അങ്ങോട്ട് പോകാം. ഏറ്റവും അവസാനമായിരിക്കും നമ്പർ 1 ഏതാണ് എന്ന് നമ്മൾ പറയുക. ESPN നടത്തിയിട്ടുള്ള വിശദമായിട്ടുള്ള പഠനങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ളൊരു റാങ്കിങ്ങാണ്. 25 സ്ഥാനത്ത് ഈ നൂറ്റാണ്ടിൽ നമ്മളെ വിസ്മയിപ്പിച്ച 25 ടീമുകൾ എടുത്താൽ 25 സ്ഥാനത്ത് പോയ സീസണിലെ 2024-25 PSG നമുക്കറിയാം, കിടിലൻ പ്രകടനമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അവരുടെ പോയിൻ്റ് പെർ ഗെയിം ഇപ്പോൾ പോയ സീസണിൽ ഇതെടുത്താൽ 2.47 ഗോൾ ഡിഫറൻസ് പെർ ഗെയിം ആണെങ്കിൽ +1.68 ചാമ്പ്യൻസ് ലീഗിൽ അവർ വിൻ ചെയ്തു. അതുപോലെ തന്നെ അവരുടെ ഡൊമസ്റ്റിക്കിലെ ലീഗും മറ്റ് കപ്പുകളും ഒക്കെ അവർ സ്വന്തമാക്കി. ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കളിച്ചു. മികച്ച പ്രകടനം നടത്തിയൊരു ടീമാണ്. ഒസ്മാൻ ഡംബലയും ഡെസിയ ഡൂവും വിറ്റീഞ്ഞയും ന്യൂനോ മെൻഡസും അഷ്റഫ് ഹക്കീമിയും ജിയാൻ ലൂക്കി ഡൊണാരുമയും അതുപോലെ മാർക്കിഞ്ഞോസും ഒക്കെ അടങ്ങുന്ന ആ ടീം തീർച്ചയായിട്ടും നമ്മളെ വിസ്മയിപ്പിച്ച ടീമുകളിൽ ഒന്ന് തന്നെയാണ്. അപ്പോൾ 25 സ്ഥാനത്ത് ആ PSG വരുമ്പോൾ 24 സ്ഥാനത്ത് കൊടുക്കുന്നു 2023-24 റയൽ മാഡ്രിഡ്. ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സായിരുന്നു. അവരുടെ പോയിൻ്റ് പെർ ഗെയിം ആ സീസണിൽ 2.5 ആയിരുന്നു. ഗോൾ ഡിഫറൻസ് 1.61 സോ മികച്ച പ്രകടനം നടത്തിയ ഒരു ടീമാണ് ആ റയൽ മാഡ്രിഡ് എന്ന കാര്യത്തിൽ തർക്കമില്ല. വിനിയൊക്കെ പൊളിച്ചടുക്കിയ ഒരു സീസണായിരുന്നു അത്. 23 സ്ഥാനത്ത് 2016-17 സീസണിലെ FC ബാഴ്സലോണ. അവരുടെ ആ സീസണിലെ പോയിൻ്റ് പെർ ഗെയിം 2.37 ആയിരുന്നു. ഗോൾ ഡിഫറൻസ് പെർ ഗെയിം +2.1 ആയിരുന്നു. ചാമ്പ്യൻസ് ലീഗിൽ അവർ ക്വാർട്ടർ ഫൈനലിസ്റ്റുകളായിരുന്നു. അതവണ മെസ്സിയും സുവാരസും നെയ്മറും ഒക്കെ ചേർന്നുകൊണ്ട് മികച്ച പ്രകടനം നടത്തിയ ഒരു വർഷമാണത്. ലൂയിസ് എൻറിക്കെ എറയുടെ അവസാനത്തെ വർഷം കൂടിയായിരുന്നു അത്. ഏതായാലും ആ ടീമിനെയാണ് 23 സ്ഥാനത്ത് കൊടുക്കുന്നതെങ്കിൽ 22 സ്ഥാനത്ത് 2013-14 സീസണിലെ റയൽ മാഡ്രിഡ്. ആ സമയത്തെ ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് അവരായിരുന്നു. പോയിൻറ്റ്സ് പെർ ഗെയിം എടുത്താൽ 2.29 ഗോൾ ഡിഫറൻസ് പെർ ഗെയിം എടുത്താൽ 1.74 കിടിലൻ പ്രകടനമാണ് അവർ നടത്തിയത്. അവർ ലലീഗയിൽ 3 സ്ഥാനത്താണ് ആ ഇയറിലെത്തിയതെങ്കിലും 87 പോയിൻ്റ് നേടി. 66 +66 ഗോൾ ഡിഫറൻഷ്യൽ. ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിൽ അവർ ടൈറ്റിൽ നേടി. ഒരുപക്ഷെ അവരുടെ മികച്ച സീസണുകളിൽ ഒന്നായിട്ട് അത് പറയേണ്ടി വരും. അങ്ഹേൽ ഡി മരിയ അദ്ദേഹത്തിൻ്റെ സ്പെയിനിലെ ലാസ്റ്റ് ഇയറിൽ ഇൻക്രെഡിബിൾ പെർഫോമൻസാണ് നടത്തിയത്. അതോടൊപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ, കരീം ബെൻസിമ, ഗാരത്ത് ബെയ്ൽ ഇവരെല്ലാവരും ആ ഒരു സ്ക്വാഡിൽ ഉണ്ടായിരുന്നു. സോ 2013-14 സീസൺ. 2022-23 മാഞ്ചസ്റ്റർ സിറ്റിയാണ് 21 സ്ഥാനത്ത്. അവരുടെ പോയിൻ്റ് പെർ ഗെയിം 2.34 ഗോൾ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പെർ ഗെയിം നോക്കിയാൽ +1.61 ചാമ്പ്യൻസ് ലീഗിൽ വിന്നറായിരുന്നു. അത് ഒരു പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ആർഗ്യൂബിളി പ്രീമിയർ ലീഗിൽ അവരുടെ ഏറ്റവും മികച്ച ടീമായിരുന്നു അത് എന്ന് പറയേണ്ടി വരും. മികച്ച പ്രകടനമാണ് അവർ നടത്തിയത്. 20 സ്ഥാനത്ത് 2015-16 ബയേൺ മ്യൂണിക്ക്. ചാമ്പ്യൻസ് ലീഗിലെ സെമി ഫൈനലിലാണ് ആ ടീം എത്തിയിട്ടുള്ളത്. പോയിൻറ്റ്സ് പെർ ഗെയിം 2.59 ഗോൾ ഡിഫറൻഷ്യൽ പെർ ഗെയിം +1.85. സോ അവരുടെ ഫസ്റ്റ് ലെഗ് ഓഫ് സെമി ഫൈനൽ അത്ലറ്റിക്കോ മാഡ്രിഡിനോട് 1-0 അവർ പരാജയപ്പെട്ടിരുന്നു. ബയേണിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് മുന്നോട്ട് പോകണമെങ്കിൽ മൾട്ടിപ്പിൾ ഗോളുകൾ വേണമായിരുന്നു യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് മുന്നോട്ട് പോകാൻ. പക്ഷേ അവർ വേണ്ട വിധത്തിലുള്ളൊരു പെർഫോമൻസ് അവർ നടത്തി. 2-0 ആഫ്റ്റർ 35 മിനിറ്റ്സ് അവർ മുന്നോട്ടേക്ക് എത്തേണ്ടതായിരുന്നു. പക്ഷേ യാനോ ബ്ലക്ക് തോമസ് മുള്ളറുടെ പെനാൽറ്റി സേവ് ചെയ്തു. അത്ലറ്റിക്കോ എവേ ഗോളുകളുടെ ആനുകൂല്യത്തിൽ മുന്നോട്ട് പോകുന്ന കാഴ്ച കണ്ടു. ഏതായാലും മികച്ച ഒരു ടീമായിരുന്നു അത് എന്ന് തന്നെ പറയേണ്ടി വരും.
എന്തായാലും ഒരു പക്ഷേ ബയേൺ ടീം പെപ് ഗാർഡിയോള എറയിലെ ബെസ്റ്റ് ബയേൺ ടീം അതായിരുന്നു എന്നതാണ് നമുക്ക് പറയാൻ കഴിയുക. ദെൻ അടുത്ത 19-ാം സ്ഥാനത്ത് 2008-2009 FC ബാഴ്സലോണ. അവരുടെ പോയിൻറ്റ്സ് പെർ ഗെയിം 2.29 ആണ്. ഗോൾ ഡിഫറൻഷ്യൽ പെർ ഗെയിം +1.84 ആണ്. ചാമ്പ്യൻസ് ലീഗ് വിന്നർ ആ സീസണിൽ അവരായിരുന്നു. എന്ന് പറയുമ്പം ആ ടീമിൽ മെസ്സി, സാമുവൽ എറ്റോ, തിയറി ഹെൻറി അവരെല്ലാം മുന്നേറ്റത്തിലുണ്ടായിരുന്നു. ഡാനി ആൽവസ് ആവട്ടെ അദ്ദേഹത്തിൻ്റെ പ്രൈമിലായിരുന്നു. അങ്ങനെ കളിച്ചൊരു ടീമാണ്. മിഡ്ഫീൽഡിലാണെങ്കിൽ ചാവി ഹെർണാണ്ടസ്, ആൻഡ്രേ ഇനിയസ്റ്റ. അപ്പം കിടിലൻ ടീമായിരുന്നു അത്. അതാണ് 19-ാം സ്ഥാനത്ത്. 18-ാം സ്ഥാനത്ത് 2021-22 ലിവർപൂൾ. അവർ ചാമ്പ്യൻസ് ലീഗിൽ റണ്ണറപ്പായിരുന്നു ആ ഒരു സീസണിൽ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഫൈനൽ മത്സരത്തിൽ സലാക്ക് പറ്റിയ പരിക്കും മറ്റു കാര്യങ്ങളുമൊക്കെ. 2.42 അവരുടെ പോയിൻറ്റ്സ് പെർ ഗെയിം. ഗോൾ ഡിഫറൻഷ്യൽ പെർ ഗെയിം +1.79 ആയിരുന്നു. ഏതായാലും കിടിലൻ ടീമായിരുന്നു അത് എന്ന് തന്നെ പറയേണ്ടി വരും. 17-ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി 2021-22 അവരുടെ പോയിൻറ്റ്സ് പെർ ഗെയിം 2.45 ആണ്. ഗോൾ ഡിഫറൻഷ്യൽ പെർ ഗെയിം +1.92 ആണ്. ചാമ്പ്യൻസ് ലീഗിൽ അവർ സെമി ഫൈനലിസ്റ്റുകളായിരുന്നു. ഏതായാലും മികച്ച പ്രകടനം നടത്തിയ ഒരു ടീം. റഹീം സ്റ്റെർലിംഗ്, കെവിൻ ഡി ബ്രൂയിനെ, ഇൽക്കൈ ഗുണ്ടോഗൻ, ഫിൽ ഫോഡൻ, റിയാദ് മെഹ്റസ്, ജാക്ക് ഗ്രീലിഷ്, ഗബ്രിയൽ ഹീസസ് അവരെല്ലാവരും എലൈറ്റ് ലെവലിൽ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സീസണാണത്. ദെൻ അദ്ദേഹത്തിൻ്റെ ഫൂട്ടിങ് കൃത്യമായിട്ട് റോഡ്രി കണ്ടെത്തിയ ഒരു സീസണാണത്. അതുപോലെ തന്നെ ജാവോ കൻസെലോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മികച്ചൊരു പെർഫോമൻസ് നടത്തിയ ഒരു സീസൺ കൂടിയാണ്. ഏതായാലും 17-ാം സ്ഥാനത്താണ് 2021-22 മാഞ്ചസ്റ്റർ സിറ്റി എങ്കിൽ 16-ാം സ്ഥാനത്ത് 2016-17 റയൽ മാഡ്രിഡാണ്. റയലിനെ സംബന്ധിച്ചിടത്തോളം ആ സീസണിൽ അവരുടെ പോയിൻറ്റ്സ് പെർ ഗെയിം 2.45 ആണ്. ഗോൾ ഡിഫറൻഷ്യൽ പെർ ഗെയിം +1.71 ആണ്. ചാമ്പ്യൻസ് ലീഗിൽ അവർ വിന്നറായിരുന്നു. ഏതായാലും ഒരു മാനേജർ നിലയിൽ സിനദിൻ സിദാൻ ചാമ്പ്യൻസ് ലീഗ് നേടുന്ന കാഴ്ച, അദ്ദേഹം കൂടുതൽ കിരീടങ്ങളൊക്കെ ചൂടി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടതാണ്. എന്തായാലും ആ ഒരു സീസണിൽ അവരുടെ പെർഫോമൻസ് മികച്ചതായിരുന്നു. മാഞ്ചസ്റ്റർ സിറ്റി 2018-19 15-ാം സ്ഥാനത്ത് സിറ്റിയുടെ ടീം. 18-19 സിറ്റിയുടെ ടീം. പോയിൻറ്റ്സ് പെർ ഗെയിം 2.58 ആയിരുന്നു. ഗോൾ ഡിഫറൻഷ്യൽ പെർ ഗെയിം +1.9 ആയിരുന്നു. ചാമ്പ്യൻസ് ലീഗിൽ അവർ ക്വാർട്ടർ ഫൈനലിസ്റ്റുകളായിരുന്നു. 14-ാം സ്ഥാനത്ത് വീണ്ടും FC ബാഴ്സലോണയുടെ ടീം. 2015-16 ടീം. ആ ഒരു കളി സീസണിൽ അവരുടെ പോയിൻറ്റ്സ് പെർ ഗെയിം 2.39 ആയിരുന്നു. ഗോൾ ഡിഫറൻഷ്യൽ പെർ ഗെയിം +2.18 ആയിരുന്നു. ചാമ്പ്യൻസ് ലീഗിൽ അവർ ക്വാർട്ടർ ഫൈനലിസ്റ്റുകളായിരുന്നു. ഏതായാലും അവരെ സംബന്ധിച്ചിടത്തോളം മോശമല്ലാത്തൊരു പ്രകടനം നടത്തിയ സീസണാണത്. ലൂയിസ് എൻറിക്കയുടെ സെക്കൻഡ് ഇയർ ആയിരുന്നു. ബാഴ്സലോണ ടീമിനോടൊപ്പം കോച്ചായിട്ടുള്ള സെക്കൻഡ് ഇയർ ആയിരുന്നു. അടുത്തത് 13-ാം സ്ഥാനത്ത് വീണ്ടും ബാഴ്സലോണയുടെ ടീം. 2009-2010 ബാഴ്സ ടീം. പോയിൻറ്റ്സ് പെർ ഗെയിം 2.61 ആയിരുന്നു. ഗോൾ ഡിഫറൻഷ്യൽ പെർ ഗെയിം 1.95 ആയിരുന്നു. ചാമ്പ്യൻസ് ലീഗിൽ അവർ സെമി ഫൈനലിസ്റ്റുകളായിരുന്നു. ഏതായാലും ആ ഒരു ടീം തീർച്ചയായിട്ടും ലിയോ മെസ്സിയും അതുപോലെ തന്നെ തിയറി ഹെൻറിയും സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ചും ഒക്കെ ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. ഏതായാലും മികച്ച ടീമായിരുന്നു അത്. 12-ാം സ്ഥാനത്ത് ബയേൺ മ്യൂണിക്ക് 2019-2020 പോയിൻറ്റ്സ് പെർ ഗെയിം 2.41. ഗോൾ ഡിഫറൻഷ്യൽ പെർ ഗെയിം +2. ചാമ്പ്യൻസ് ലീഗ് അവർ വിന്നറായിരുന്നു. മികച്ച പ്രകടനം നടത്തിയ ഒരു സീസൺ. കോവിഡ് പാൻഡമിക് ബാധിച്ച സീസണായിരുന്നു. സിംഗിൾ ലെഗായിട്ട് ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്കൗട്ട് മത്സരങ്ങൾ നടന്ന സീസൺ. ഫൈനൽ മത്സരത്തിൽ അവർ ഏകപക്ഷീയമായൊരു ഗോളിന് PSG പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ആ കിരീടം സ്വന്തമാക്കിയത്. ആ സീസണിലാണ് അവർ വലിയ രൂപത്തിൽ ബാഴ്സലോണയെ മുക്കിക്കളയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. 11-ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡ്. 2014-2015 റയൽ മാഡ്രിഡ്. ആ സീസണിൽ അവരുടെ പോയിൻറ്റ്സ് പെർ ഗെയിം 2.42 ഗോൾ ഡിഫറൻഷ്യൽ പെർ ഗെയിം 2.11 ചാമ്പ്യൻസ് ലീഗിൽ അവർ സെമി ഫൈനലിസ്റ്റുകളുമായിരുന്നു. 10-ാം സ്ഥാനത്ത് മാഞ്ചസ്റ്റർ സിറ്റി 2017-18. ആ വർഷത്തിൽ അവരുടെ പോയിൻറ്റ്സ് പെർ ഗെയിം 2.63 ആണ്. ഗോൾ ഡിഫറൻഷ്യൽ പെർ ഗെയിം 2.08 ആണ്. ചാമ്പ്യൻസ് ലീഗിൽ അവർ ക്വാർട്ടർ ഫൈനലിസ്റ്റുകളായിരുന്നു. ഏതായാലും പെപ്പിൻ്റെ കീഴിൽ അവർ ഇങ്ങനെ കാലുറപ്പിച്ച് മുന്നോട്ട് പോയി തുടങ്ങിയ ഒരു ഘട്ടമായിരുന്നു അത്.
ബാഴ്സലോണ 2011-12 ടീമാണ് 9ാം സ്ഥാനത്ത്. പോയിൻറ്റ്സ് പെർ ഗെയിം 2.39 ഗോൾ ഡിഫറൻഷ്യൽ പെർ ഗെയിം 2.24 ചാമ്പ്യൻസ് ലീഗിൽ അവർ സെമി ഫൈനലിസ്റ്റുകളുമായിരുന്നു. ഏതായാലും ഒരിക്കൽ കൂടി FC ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു സീസണായിരുന്നു അത് എന്ന് പറയാം. ഇതാണ് ഗാർഡിയോളയുടെ 4 ഇയർ ബാഴ്സലോണ കരിയറിൽ ക്ലബ്ബ് ലാലിഗ വിജയിക്കാതിരുന്ന ഒരേ ഒരു സീസൺ. പക്ഷേ 91 പോയിൻറ്റിലേക്ക് അവരെത്തി. +85 ഗോൾ ഡിഫറൻഷ്യൽ ഉണ്ടായിരുന്നു. സോ അവരുടെ ഓപ്പണൻസിനെ ആ ഒരു റേറ്റ് വെച്ചുകൊണ്ട് നോക്കുമ്പോൾ അവർ ഔട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 114 ഗോളുകൾ നേടുകയും 29 ഗോളുകൾ മാത്രമേ തിരികെ കൺസീഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ നമ്പേഴ്സ് അത്രയും വലിയ ഒരു നമ്പറാണ്. പക്ഷേ എന്നിട്ടും അവർക്ക് ആ ഒരു ട്രോഫി ലഭിച്ചില്ല എന്നുള്ളതാണ് 2011-12 സീസണിൻ്റെ പ്രത്യേകത. ബാഴ്സലോണ 2012-13 ആ ടീമാണ് 8ാം സ്ഥാനത്ത്. പോയിൻറ്റ്സ് പെർ ഗെയിം 2.63 ഗോൾ ഡിഫറൻഷ്യൽ പെർ ഗെയിം +1.98 ചാമ്പ്യൻസ് ലീഗിൽ അവർ സെമി ഫൈനലിസ്റ്റുകളായിരുന്നു. 7ാം സ്ഥാനത്ത് ബയൺ മ്യൂണിക്കിൻ്റെ 2013-14 ടീം 2.65 അവരുടെ പോയിൻറ്റ്സ് പെർ ഗെയിം കാൽക്കുലേറ്റ് ചെയ്തത്. ഗോൾ ഡിഫറൻഷ്യൽ പെർ ഗെയിം +2.1 ചാമ്പ്യൻസ് ലീഗിൽ നോക്കുകയാണെങ്കിൽ അവർ സെമി ഫൈനലിസ്റ്റുകളായിരുന്നു. 6ാം സ്ഥാനത്ത് 2015-16 റയൽ മാഡ്രിഡ് ടീമാണ്. പോയിൻറ്റ്സ് പെർ ഗെയിം 2.37 ഗോൾ ഡിഫറൻഷ്യൽ പെർ ഗെയിം +2 ചാമ്പ്യൻസ് ലീഗിൽ അവർ വിന്നേഴ്സായിരുന്നു. ഒരിക്കൽ കൂടി റൊണാൾഡോയും ബെൻസീമയും ബെയിലും ആ ഒരു ട്രയോ അവർക്ക് വേണ്ടി മികച്ച പ്രകടനം നടത്തിയ ഒരു വർഷമായിരുന്നു അത്. എന്തായാലും സിനദീൻ സിദാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സീസൺ ആസ് എ ഫസ്റ്റ് ഡിവിഷൻ കോച്ച് അതായിരുന്നു അത്. ഏതായാലും അവർക്ക് അതിൻ്റെ ഒരു ഫലം കിരീടമായിട്ട് ലഭിക്കുന്നത് നമ്മൾ കണ്ടു. ലിവർപൂളാണ് 5ാം സ്ഥാനത്ത്. ലിവർപൂൾ 2018-19 സീസണിൽ ലിവർപൂൾ ടീം പോയിൻറ്റ്സ് പെർ ഗെയിം 2.55 ഗോൾ ഡിഫറൻഷ്യൽ +1.76 യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അവർ കിരീടം ചൂടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സീസണാണത്. ദെൻ 4ാമത് 2010-11 ബാഴ്സലോണ ടീമാണ്. അവരുടെ പോയിൻറ്റ്സ് പെർ ഗെയിം എന്ന് പറയുന്നത് 2.53 ഗോൾ ഡിഫറൻഷ്യൽ പെർ ഗെയിം എന്ന് പറയുന്നത് 1.95 ചാമ്പ്യൻസ് ലീഗ് വിന്നറായിരുന്നു ആ സീസണിൽ. ഗാർഡിയോളയുടെ ബാഴ്സലോണ ടീം മികച്ച പ്രകടനം നടത്തിയ ഒരു സീസണാണത്. എന്തായാലും ബാഴ്സ മറ്റൊരു ചാമ്പ്യൻസ് ലീഗ് കൂടി നേടി ആ സീസൺ സാർത്ഥകമാക്കി തീർത്തിരുന്നു. 3ാമത് 2011-12 റയൽ മാഡ്രിഡ് ടീമാണ്. പോയിൻറ്റ്സ് പെർ ഗെയിം 2.63 ഗോൾ ഡിഫറൻഷ്യൽ പെർ ഗെയിം 2.34 ചാമ്പ്യൻസ് ലീഗിൽ അവർ സെമി ഫൈനലിസ്റ്റുകളായിരുന്നു. ഇനി 2ാം സ്ഥാനത്ത് 2014-15 FC ബാഴ്സലോണ ടീം പോയിൻറ്റ്സ് പെർ ഗെയിം 2.47 ഗോൾ ഡിഫറൻഷ്യൽ പെർ ഗെയിം 2.34 ചാമ്പ്യൻസ് ലീഗിൽ അവർ വിന്നേഴ്സായിരുന്നു. ഏതായാലും ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ കൂടി ചാമ്പ്യൻസ് ലീഗ് നേടിയ വർഷം. പിന്നും പ്രകടനമാണ് അവരുടെ സൂപ്പർ താരങ്ങൾ ആ ഒരു സീസണിൽ നടത്തിക്കൊണ്ടിരുന്നത്. 1ാം സ്ഥാനത്ത് 2012-13 ടീമായ ബയേൺ മ്യൂണിക്കാണ്. പോയിൻറ്റ്സ് പെർ ഗെയിം 2.68 ഗോൾ ഡിഫറൻഷ്യൽ പെർ ഗെയിം 2.35 ചാമ്പ്യൻസ് ലീഗിൽ അവർ വിന്നേഴ്സായിരുന്നു. ഏതായാലും ഇതാണ് ഇപ്പോൾ ESPN FC പുറത്തുവിട്ടിരിക്കുന്ന ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച 25 ടീമുകൾ. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും, അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.